കേരള സർവകലാശാലയിലെ ജാതി അധിക്ഷേപത്തിൽ ഡീൻ വിജയകുമാരിക്കെതിരെ എസ്എഫ്ഐയുടെ പ്രതിഷേധം. സർവകലാശാല ഗേറ്റിന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് സമരക്കാരെ പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകർ സർവകലാശാല ആസ്ഥാനത്തേക്ക് കടന്നു. സഫ്വാൻ വി പി കൂടുതൽ വിവരങ്ങളുമായി. സഫ്വാൻ, പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ എസ്എഫ്ഐക്കാർ? നിഷാദ്, നേരത്തെ സെനറ്റ് യോഗത്തിൽ ഇടത് അംഗങ്ങൾ ഉയർത്തിയ പ്രതിഷേധത്തിന്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ ക്യാമ്പസിനകത്ത് സർവകലാശാല ആസ്ഥാനത്ത് വലിയൊരു പ്രതിഷേധം നടക്കുന്നത്. ഈ സർവകലാശാല ആസ്ഥാനത്തിന്റെ പ്രധാന ഗേറ്റിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരുന്നു. ഈ പ്രതിഷേധത്തെ തടയാൻ ശ്രമിച്ചെങ്കിലും ഇപ്പോൾ ഈ ബാരിക്കേഡും ഗേറ്റും മറികടന്ന് പ്രവർത്തകർ ക്യാമ്പസിന്റെ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. ഇവിടെ പ്രധാന കവാടത്തിന്റെ അടുത്ത് വന്ന് ഈ പ്രവർത്തകർ ഇപ്പോൾ മുദ്രാവാക്യം വിളിക്കുകയാണ്. ഡീൻ വിജയകുമാരിയെ പുറത്താക്കി അവരുടെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ടാണ് എസ്എഫ്ഐയുടെ പ്രതിഷേധം. നേരത്തെ ബി.ജെ.പി. നേതാക്കൾ, ബി.ജെ.പി. സിൻഡിക്കേറ്റ് അംഗങ്ങൾ അതിഗൗരവകരമായ ജാതി അധിക്ഷേപ പരാമർശം സർവകലാശാലയ്ക്കുള്ളിൽ നിന്ന് മാധ്യമങ്ങളോട് സംസാരിക്കവേ നടത്തിയിരുന്നു. ഇതടക്കം പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഈ വിഷയങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടാണ് പെട്ടെന്ന് എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം നടക്കുന്നത്. ഇപ്പോൾ ക്യാമ്പസിന്റെ അകത്ത് ഇപ്പോഴും സെനറ്റ് യോഗം അവിടെ തുടരുന്നുണ്ട്. അതിന് പിന്നാലെയാണിപ്പോൾ ഈ എസ്എഫ്ഐയുടെ പ്രതിഷേധം കടുക്കുന്നതും വിദ്യാർത്ഥികൾ മുദ്രാവാക്യങ്ങളും വിളികളുമായി ഉയർന്നുകയും ചെയ്യുന്നത്. ഈ VC അടക്കമുള്ള ആളുകൾ ഡീനിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് എടുക്കുന്നത്. ഈ ഡീനിനെ സംരക്ഷിക്കേണ്ട എന്താവശ്യകതയാണ് BJP-ക്കാർക്കുള്ളത് എന്നടക്കമുള്ള ചോദ്യങ്ങളും എസ്എഫ്ഐ ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ സെനറ്റ് യോഗം കഴിഞ്ഞിട്ടാതെ ഇവർ പുറത്തേക്ക് വരുന്നുണ്ട്. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നേരത്തെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. സെനറ്റ് യോഗത്തിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. വലിയ വാഗ്വാദങ്ങൾ, പ്ലക്കാർഡുകളൊക്കെ ഉയർത്തിക്കൊണ്ട് സെനറ്റ് അംഗങ്ങൾ പ്രതിഷേധിച്ചിരുന്നു. ഇപ്പോൾ ഈ സെനറ്റ് അംഗങ്ങൾ സെനറ്റ് യോഗം പ്രതിഷേധത്തിന് കലാശിച്ചതിന് പിന്നാലെ ഇവർ മുദ്രാവാക്യങ്ങളുമായി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. മറുവശത്ത് വിദ്യാർത്ഥികളും എസ്എഫ്ഐ പ്രവർത്തകരും പ്രതിഷേധവുമായി ഇവിടെ ഉണ്ട്. ആ അർത്ഥത്തിൽ വലിയൊരു പ്രതിഷേധമാണ് ഇപ്പോൾ സർവകലാശാല ആസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം, ഈ BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഈ സിൻഡിക്കേറ്റ് യോഗം കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷം തന്നെ അവർ പുറത്തിറങ്ങുകയും ഈ ഡീനിന്റെ ജാതി അധിക്ഷേപ പരാമർശങ്ങളെ അല്ലെങ്കിൽ ജാതി അധിക്ഷേപ പരാതികളെ ന്യായീകരിക്കാൻ വേണ്ടി അവരുടെ വീട്ടിൽ ദളിതരായ ഒരു സ്ത്രീയാണ് ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നത് എന്നൊക്കെ അടക്കമുള്ള ജാതി അധിക്ഷേപ പരാമർശം നടക്കുകയും എസ്എഫ്ഐ പ്രവർത്തകർ അത് ചോദ്യം ചെയ്യുന്ന നിലപാടൊക്കെ നമ്മൾ റിപ്പോർട്ട്
ചെയ്യുകയാണ്. അതിന്റെ ഒരു തുടർച്ച എന്നാണ് ഇപ്പോൾ SFI പ്രതിഷേധം നടത്തുന്നത്. ഡീനിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് ഈ സെനറ്റ് യോഗം ചേരണം, അതിന് തുടർ നടപടി സ്വീകരിക്കണം. ഇത്തരത്തിൽ ആരോപണ വിധേയനായ ഒരാളെ, ഇത്തരത്തിൽ ഗുരുതരമായ പോലീസ് കേസുള്ള ഒരാൾ എങ്ങനെ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കേണ്ട സാഹചര്യമുണ്ടായി? അവരെ എങ്ങനെയാണ് VC സംരക്ഷിക്കുന്നത്? BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ വിജയകുമാരിയെ സംരക്ഷിക്കുന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് SFI നേതാക്കളുടെ ഭാഗത്തു നിന്നും സെനറ്റ് അംഗങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നത്. ആ അർത്ഥത്തിൽ ഇപ്പോൾ സെനറ്റ് യോഗം ബഹിഷ്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ പ്രതിഷേധം ഈ സെനറ്റ് യോഗത്തിൽ നിന്ന് ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾ, ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രതിഷേധവുമായി വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ അർത്ഥത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഇപ്പോൾ ഈ VCക്കെതിരെയും ഈ ഡീനെതിരെയും ഉയർത്തുന്നുണ്ട്. ഡീനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാതെ ഒരു നടപടിയും ഉണ്ടാകില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് മതിലടിയാണ് വന്നത്. ഞാൻ പറഞ്ഞത് അഴുക്കായി ചെളിയായി SFIയുടെ പ്രതിഷേധം തുടരുകയാണ്. ഡീൻ വിജയകുമാരിക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ്. ജാതി അധിക്ഷേപം നടത്തിയ വിജയകുമാരിയെ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് SFI നിലപാട്. അതേസമയം BJP അംഗങ്ങൾ വിജയകുമാരിയെ പിന്തുണച്ച് രംഗത്ത് വരികയും അവർ ദലിത് വിരോധിയല്ല എന്ന് സ്ഥാപിക്കാൻ വിചിത്രമായ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്നത് കാണുകയും ചെയ്യുന്നു.